ട്രെൻഡുകളുടെ കാലത്ത് രക്ഷിതാക്കൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? എങ്ങനെ രക്ഷിതാക്കൾക്ക് കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കാം? എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് അടുത്ത ചോദ്യം. സമുദ്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ പറഞ്ഞതുപോലെ പുതിയ കാലമെന്ന് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ചർച്ചയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പുതിയ തലമുറയെ നമ്മൾ പ്രത്യേക വാക്കുകളൊക്കെ വെച്ച് അഭിമുഖീകരിക്കാറുണ്ട്. ന്യൂജൻ എന്ന് പറയാറുണ്ട്, ജെൻസി എന്ന് പറയാറുണ്ട്. ജെൻസി എന്ന് പറഞ്ഞാൽ 2012 മുമ്പ് വരെ ജനിക്കുന്ന കുട്ടികളാണ് പറയാം. അതിനുശേഷം ജനിച്ച കുട്ടികളുടെ ഒരുപാട് പേരൻസ് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അഥവാ ജെൻ ആൽഫ എന്നൊക്കെ പറയുന്ന പുതിയ തലമുറകൾ, ഏറ്റവും പുതിയ തലമുറകൾ. നമ്മൾ ഈ പേരിട്ട് വിളിക്കുന്ന തന്നെ ഈ തലമുറകൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. ജെൻ സി എന്ന പേരിൽ വിളിക്കുന്ന ആളുകളും ജെൻ ആൽഫ എന്ന് വിളിക്കുന്ന പേരിൽ പറയപ്പെടുന്ന ആളുകളും, ഇതുവരെ 2012 മുമ്പ് ജനിച്ച ആളുകളും 2012 ശേഷം ജനിക്കപ്പെട്ട ആളുകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അവരെ വേറെ തന്നെ വിളിക്കേണ്ടി വരുന്നത്. വേറെ തന്നെ പേരിൽ അഭിസംബോധന ചെയ്യുകയും പഠനങ്ങളിലടക്കം അത്തരത്തിൽ നമ്മൾ കാണുകയും ചെയ്യേണ്ടത് അവർ തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പാരൻസിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ പാരൻസും ഇത് പുതിയൊരു വിഷയമാണ് അവരെ സംബന്ധിച്ച്. ഇതിനു മുമ്പുള്ള അവരുടെ പാരൻസ്, അവരുടെ രക്ഷിതാക്കൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഉപദേശം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല. കാരണം അവരഭിമുഖീകരിക്കാത്ത തരം പുതിയ തലമുറയാണ് ഇപ്പോഴത്തെ പാരൻസ് അഭിമുഖീകരിക്കുന്നത്. കാരണം ജനിക്കുമ്പോൾ തന്നെ ജന്മനാ ഇൻ്റർനെറ്റ് കൺസ്യൂം ചെയ്യുന്ന, മൊബൈൽ ഫോണും മറ്റു ഡിവൈസുകളും കൺസ്യൂം ചെയ്യുന്ന, അതിനെ സ്വീകരിക്കുന്ന ബോൺ ഇൻ്റർനെറ്റ് യൂസേഴ്സ് എന്ന് പറയും. ജന്മനാ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ. അതല്ലാത്ത ഒരു 2003-2004 വരെയൊക്കെ ജനിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് മൈഗ്രൻസ് ആണ്. ഇൻ്റർനെറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോയ ആളുകളാണ്, അല്ലെങ്കിൽ അവർ പലായനം ചെയ്തു പോയ ആളുകളാണ്. അവരുടെ അടിസ്ഥാന പഠനങ്ങളിലോ അടിസ്ഥാന ജീവിത മനസ്സിലാക്കലുകളിലോ ഇൻ്റർനെറ്റ് ഇല്ല. അതായത് ജീവിതത്തെപ്പറ്റി, ലോകത്തെപ്പറ്റിയും അടിസ്ഥാനപരമായി അവർ മനസ്സിലാക്കുന്ന കാലഘട്ടം ഒരു 10 വയസ്സ് വരെ, 15 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ അവർക്ക് അധികം ഇൻ്റർനെറ്റ് കിട്ടിയിട്ടില്ല. അവർക്ക് മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവർ ചില ഗെയിമുകൾ കളിക്കുന്നതിനപ്പുറം അവരുടെ മനസ്സിലാക്കലുകൾ, അവരുടെ ചിന്തകൾ, അവരുടെ ആശയങ്ങൾ, അതിന് ഇൻ്റർനെറ്റിന് സ്വാധീനം ഉണ്ടായിരുന്നില്ല. ഏതുവരെ? ഇപ്പോൾ ഇരിക്കുന്ന പാരൻസിൻ്റെ മക്കൾക്ക് മുന്നേ വരെ. അഥവാ ആ മക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ പാരൻസിന് അറിയുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ അറിവ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പാരൻസിൽ നിന്നായിരിക്കും ഇതിൽ അറിവ് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഈ പാരൻസിന് അറിയുന്ന ആളുകളുടെ മക്കളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ അവർക്കറിയുന്ന പ്രദേശങ്ങളിൽ നിന്നായിരിക്കും. അഥവാ മാതാപിതാക്കൾക്ക് അറിയുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ കുട്ടിക്ക് ഒരാശയം സ്വീകരിക്കാൻ പറ്റൂ മുന്നത്തെ കാലം വരെ. എന്നാൽ ജെൻ സിയുടെ പകുതിക്ക് ശേഷവും ജെൻ ആൽഫ എന്നൊക്കെ പറഞ്ഞാൽ ജന്മനാ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ്. അഥവാ ജനിക്കുന്ന മുതലേ അവരെന്ത് കേൾക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്ക് ഒരു അകൽച്ചയുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഞാനും യൂട്യൂബ് കാണുന്നുണ്ട്, കുട്ടി യൂട്യൂബ് കാണുന്നുണ്ട്. ഞാനും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്, കുട്ടി ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുട്ടി എന്തൊക്കെ കാണുന്നു കേൾക്കുന്നു എനിക്കറിയാമെന്ന ധാരണ ഒരിക്കലും ഇരിക്കരുത്. കാരണം അവരവ കാണുന്നതും അത് കേൾക്കുന്നതും അവരുടെ അടിസ്ഥാനപരമായ ലോകവീക്ഷണം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്താണ്. അവരതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ധാരണകളും മനസ്സിലാക്കലുകളും നമ്മളെപ്പോലെ ആയിക്കൊള്ളണമെന്നില്ല. എന്ത് ശരി, എന്ത് തെറ്റ്, എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകണ്ട എന്നതിനെ പറ്റി അവർ അടിസ്ഥാനപരമായിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇത്തരം വഴികളിലൂടെ ആകുമ്പോൾ, അത് പാരൻസിന് ഒരു നിയന്ത്രണവും ഇല്ലാത്ത വഴികളിലൂടെ ആകുമ്പോൾ അതിൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികമാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ ഒരു പാരന്റിന് ആ കുട്ടിയോട് പറയാൻ പറ്റും, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടൊക്കെ പറയാൻ പറ്റും, നിന്റെ ഈ പ്രായത്തിൽ എന്തൊക്കെ കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ആ പ്രായം കഴിഞ്ഞു വന്നാൽ ഞാനും നിന്റെ പ്രായത്തിൽ നീ ഇപ്പം കളിക്കുന്ന കളിയൊക്കെ ഞാനും മുന്നേ കളിച്ചതാണെന്ന് പറയാൻ പറ്റുമായിരുന്നു. കാരണം എന്താ? ആ മാതാപിതാക്കളും കുട്ടികളും കളിക്കുന്ന കളികൾ ഒരു പരിധിവരെ സമാനമാണ്, ഒരുപോലെയാണ്. ഇന്ന് അങ്ങനെയല്ല. ഒരു കുട്ടിയോട് അങ്ങനെ ഒരു കോൺഫിഡൻസ് ആയിട്ട് ഉപ്പക്ക് പറയാൻ പറ്റുമോ? 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് നീ ഇപ്പം കളിക്കാൻ പോകുന്ന കളിയൊക്കെ എനിക്ക് മുന്നേ അറിയാന്നുള്ളത് അറിയില്ല. കാരണം മാതാപിതാക്കൾക്ക് ആക്സസ് ഇല്ലാത്ത വിധം കുട്ടികളുടെ മുമ്പിൽ ഈ ലോകം വളരെ വിശാലമായി തുറക്കപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും നമുക്കും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളതാണ്. ഇത് പൂർത്തീകരിക്കാൻ കഴിയാത്ത, അടക്കാൻ കഴിയാത്ത ഗ്യാപ്പ് ഒന്നുമല്ല, ഇത് അടക്കാൻ കഴിയുന്ന ഗ്യാപ്പ് തന്നെയാണ്. പക്ഷെ ആദ്യം ഇങ്ങനൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് ബോധ്യപ്പെടണം. നമുക്ക് ഇങ്ങനൊരു വിടവുണ്ടെന്ന് മനസ്സിലാക്കണം. കുട്ടിയും ഞാനും തമ്മിൽ കുറച്ച് വിടവുണ്ടെന്ന് മനസ്സിലാക്കണം. ലളിതമായിട്ടൊരു കാര്യം ചോദിച്ചാൽ കുട്ടിനോട്, ഈ ലോകത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആരാന്ന് കുട്ടിയെടുത്ത് ചോദിച്ചാൽ കുട്ടി ആദ്യം കുറച്ച് ഫുട്ബോൾ താരങ്ങളൊക്കെ പേര് പറയായിരിക്കും. പിന്നെ കുട്ടി പറയുന്ന പ്രാദേശികമായ മലയാളം സംസാരിക്കുന്ന കുറച്ച് സെലിബ്രിറ്റികൾ ഉണ്ടാവും. അവരുടെ പേരുകൾ നിങ്ങൾക്ക് അറിയോ എന്ന് പരിശോധിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയുന്ന പേരുകളായിരിക്കും പലതും. ആ ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ 10-20 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടാവും. ഈ 20 ലക്ഷം ഫോളോവേഴ്സ് കേരളത്തിൽ നിന്ന് 20 ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്ന ആളെ ഒരുപക്ഷേ ബാരൻ്റായിട്ട് നമുക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല. ആ ആള് കുട്ടിയുടെ വലിയ ആരാധന മാത്രമായിരിക്കും. ചില പേരുകൾ നമ്മൾ കേട്ടിട്ട് പോയിട്ടുണ്ടാവില്ല. സായി പോപ്പി എന്ന് പറയുന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. 10 ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്ന ആളാണ്.
അതേപോലെ തന്നെ ഈഗിൾ ഗെയിംസ് എന്ന് പറയുന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, 10 ലക്ഷത്തിലധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ആളാണ്. ഇതുപോലെ അനേകം ഗ്യാങ്ങുകൾ, തൊപ്പിയുടെ ഒരു ഗ്യാങ് ഉണ്ട്, ആ ഗ്യാങ്ങിൽ 10-15 ആളുകളുണ്ട്. നിഹാൽക്കയുടെ വേറൊരു, ഹനാൻഷയുടെ വേറൊരു ഗ്യാങ് ഉണ്ട്, അതിൽ കുറേ ആളുകളുണ്ട്. ഈ ഡസൻ കണക്കിന് ആളുകളെ നമുക്കറിയില്ല. ഈ ഡസൻ കണക്കിന് ആളുകളെ കുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ വിടവുണ്ടെന്ന് ആദ്യം ബോധ്യപ്പെടുകയും ആ വിടവിനെ പിന്നീട് തിരുത്താൻ ശ്രമിക്കുകയുമാണ് ഒരു പേരൻ്റ് എന്ന അർത്ഥത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട സമീപനം. അത് തിരുത്താൻ സാധിക്കുന്നതാണ്, അത് കഴിയുന്നതാണ്. പക്ഷേ സ്പെഷ്യൽ എഫേർട്ട് ഇടണം. സാധാരണ രീതിയിൽ അത് നികത്തിക്കൊള്ളും. ഞാൻ കുറേ കുട്ടിയെ വളർത്തിയതാണ്, എൻ്റെ മൂത്ത കുട്ടിക്ക് 30 വയസ്സായി, എനിക്ക് നിന്നെ വളർത്താൻ കഴിയും എന്ന കോൺഫിഡൻസിൽ ഇരിക്കുന്നതിനപ്പുറം ഈ കുട്ടികൾ അങ്ങനെ വളർത്താൻ കഴിയണം. ഒപ്പം തന്നെ കുട്ടി അടിസ്ഥാനപരമായ ലോകവീക്ഷണം ഉണ്ടാക്കിയെടുക്കുന്ന കാലം വരെ, ഒരു 12 വയസ്സ് വരെയൊന്നും കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ പോലത്തെ ഡിവൈസുകളുടെ ആവശ്യമില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടണം. ജെഫ് ബെസോസ് എന്ന് പറയുന്ന, സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാർക്ക് സുക്കർബർഗ് എന്ന് പറയുന്ന ലോകത്തെ ടെക് കമ്പനികളുടെ ജയൻസ് ആയിട്ടുള്ള, ടെക് കമ്പനികളുടെ ജയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ആപ്പിൾ കമ്പനിയുടെ CEO പറഞ്ഞത്, എൻ്റെ മകൾ ഇതുവരെ ഐപാഡ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്, അത്തരം ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ പോലും കുട്ടികൾക്ക് അത് കൊടുക്കുന്നില്ല. അഥവാ ആ പ്രായത്തിൽ കുട്ടികൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ലത്. അവർ ശരിതെറ്റുകളെ പറ്റിയും ലോകത്തെ പറ്റിയും മനസ്സിലാക്കേണ്ട പ്രായമാണ്. ആ പ്രായത്തിൽ അവരെന്ത് കേൾക്കണം, എന്ത് കാണണമെന്ന് തീരുമാനിക്കേണ്ടത് പാരൻസാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് മുമ്പിൽ ഇൻ്റർനെറ്റിൻ്റെ സംവിധാനങ്ങൾ ഒഴിവാക്കുക. മറ്റൊന്ന്, അവരും നമ്മളും തമ്മിൽ വിടവുണ്ടെന്ന് ബോധ്യപ്പെടുക, മനസ്സിലാക്കുക, ആദ്യം അത് സമ്മതിക്കുക. എൻ്റെ കുട്ടിയെ, എൻ്റെ മകനെ, എൻ്റെ മകളെ എനിക്ക് അറിയുന്നതിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടെന്ന് ആദ്യം ബോധ്യപ്പെടുക. ശേഷം ആ ഗ്യാപ്പിനെ, ആ വിടവിനെ നികത്താൻ ശ്രമിക്കുക.